അനധികൃത മദ്യവിൽപ്പന പിടികൂടാനെത്തിയ എക്സൈസ് സംഘത്തിനു നേരെ വളർത്തുനായയെ അഴിച്ചുവിട്ട പ്രതി രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ നാരായണമംഗലത്താണ് സംഭവം. ഇയാളുടെ വീട്ടിൽ നിന്ന് 52 കുപ്പി മദ്യവും ഇലക്ട്രിക് സ്കൂട്ടറും പിടികൂടി. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, എപ്പോഴാണ് സംഭവം? ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ രഹസ്യമായി മദ്യം സൂക്ഷിച്ചു വെച്ച് അമിത വിലയ്ക്ക് അനധികൃതമായി മദ്യവിൽപ്പന നടത്തുന്നതെന്ന ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെയോടെ ഈ കൊടുങ്ങല്ലൂരിലെത്തിയത്. തുടർന്നാണ് ഈ കൊടുങ്ങല്ലൂർ നാരായണമംഗലം പാറയ്ക്കൽ വീട്ടിലുള്ള നിതിൻ ഈ വളർത്തുനായെ അഴിച്ചുവിട്ടുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുന്നത്. തുടർന്ന് ഈ എക്സൈസ് സംഘം ഈ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. എന്നാലും പ്രതി അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഇയാളുടെ വീട്ടിൽ നിന്നും ഈ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 52 കുപ്പി മദ്യവും അതുപോലെ തന്നെ മദ്യവിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറുമാണ് പിടികൂടിയിട്ടുള്ളത്. ഇതിൽ തന്നെ എക്സൈസ് കൊടുങ്ങല്ലൂർ റേഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് ഈ സംഘം പരിശോധനയ്ക്ക് എത്തിയത്. തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ഈ പ്രതി ചെയ്തത്. കാരണം എക്സൈസ് ഉദ്യോഗസ്ഥരിൽ നിന്നും രക്ഷപ്പെടാനായി വളർത്തുനായെ അവർക്ക് നേരെ അഴിച്ചുവിടുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്നിരുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലൂടെയാണ് ഈ പ്രതി രക്ഷപ്പെടുന്നത്. എന്തായാലും ഈ രക്ഷപ്പെട്ട പ്രതിക്കെതിരെ അന്വേഷണത്തിൽ ഇപ്പോൾ ഊർജിതമായിട്ട് തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് സ്ഥലങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. കാരണം 1-ാം തീയതിയും അതുപോലെ തന്നെ മറ്റ് ഡ്രൈഡേകളിലും ഇത്തരത്തിൽ രഹസ്യമായി മദ്യം വിൽപ്പന ചെയ്യുന്നത് വ്യാപകമായി തന്നെ വിവരം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. എന്തായാലും ഈ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലൊരു പ്രതിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു സംഭവം നേരിടേണ്ടി വന്നിട്ടുള്ളത്. എക്സൈസ് സംഘത്തിനു നേരെ വളർത്തുനായെ അഴിച്ചുവിട്ട പ്രതി ഓടി രക്ഷപ്പെട്ടു എന്ന വാർത്തയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്നും മനോജ്.